السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي، أدركني يا سيدي يا رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. صدق الله العلي العظيم. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: إن القوم إذا رأوا الظالم فلم يأخذ على يديه والمنكر فلن يغيره أمهم الله بعقابه أو كما قال رسول الله. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് പരിപൂർണമായ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കലും അല്ലാഹുവിന്റെ ദീനിനെ വൈകല്യപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിലോ അല്ലെങ്കിൽ കൂട്ടുകാരിലോ ബന്ധപ്പെട്ടവരിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരുത്തിക്കൊടുക്കുകയും അവരെ നന്മയിലേക്ക് നയിക്കുകയും തിന്മയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയും ചെയ്യൽ ഓരോ സത്യവിശ്വാസിയുടെയും അടയാളമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ട്: മൻ വഅല അഹാഹു സിർറൻ, ഒരാൾ തന്റെ കൂട്ടുകാരനെ രഹസ്യമായി ഉപദേശിച്ചാൽ ഫഖദ് നസഅഹു വസാനഹു, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞതായി ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അങ്ങനെ രഹസ്യമായി ഉപദേശിച്ചാൽ അത് അവന് ഉപദേശിക്കലും നന്നാകലുമാകും.
അതുപോലെ വമൻ വഅദഹു അലാനിയതൻ ഫഖദ് ഫളഅഹു വസാനഹു. ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാൽ പരസ്യമായി ഉപദേശിച്ചാൽ അവനെ നിന്ദിക്കലും അപമാനിക്കലുമാണ് എന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ കാര്യമാണ് ഉപദേശം എന്നുള്ളത്. നാം ചിന്തിക്കും, എന്തിനാണ് ഉപദേശിക്കുന്നത്? ഉപദേശം എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിന്റെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അത് കാരണമാണ്. പ്രവാചകന്മാരിലൂടെയും സ്വഹാബത്തിലൂടെയും താബിഈങ്ങളിലൂടെയും തബഉ താബിഈങ്ങളിലൂടെയെല്ലാം നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, നന്മയിലേക്ക് ക്ഷണിക്കുകയും നന്മകൾ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നാണ് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഇന്നോ ഇന്നലകളിൽ ഉണ്ടായതല്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ആൽ ഇംറാൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, അങ്ങനത്തെ ഒരു ഉപദേശം മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അങ്ങനത്തെ വലിയ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സമുദായം, അങ്ങനത്തെ ഒരു ഉമ്മത്ത് ഉണ്ടായേ പറ്റൂ. എന്തിനാണ്? ഖുർആനിന്റെ അവസാന ഭാഗത്ത് പഠിപ്പിക്കുന്നു, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് വിജയികൾ, അവരാണ് വിജയികൾ. എന്തിനാണ് ഈ ഒരു മാറ്റർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള കാരണം നാം മനസ്സിലാക്കാം. ഇന്ന് മാധ്യമങ്ങളിലൂടെയും അതുപോലെ നാം കേൾക്കുന്നതും കാണുന്നതുമെല്ലാം വളരെ ദുഃഖകരമായ വാർത്തകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീനിനോ അല്ലെങ്കിൽ ദീനിന്റെ ആ പരിശുദ്ധമായ ദീൻ പ്രചരിപ്പിക്കുന്ന അതിന്റെ ആലിമീങ്ങൾക്കോ ആർക്കും ഒരു വില കൊടുക്കാത്തൊരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെയോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെയോ മാതാപിതാക്കളെ പോലും സംരക്ഷിക്കുവാനോ നോക്കാനോ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരു പറ്റം ആളുകൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാക്കുകളാണ് നമുക്ക് വലുത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുത്തു, അവിടുന്ന് കാണിച്ചു കൊടുത്തതുമായ കാര്യങ്ങൾ കാലഘട്ടം എത്ര പുരോഗമിച്ചാലും പരിശുദ്ധമായ ദീനിന്റെ ഒരു നിയമങ്ങൾ പോലും മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല എന്ന വസ്തുത നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വൽതകുൻ മിൻകും യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. എത്ര രസകരമായ രീതിയിലാണ് ആ പവിത്രമായ വചനത്തിലൂടെ ലോകത്തിന് നൽകുന്ന വലിയ സന്ദേശങ്ങൾ. നന്മയിലേക്ക് ക്ഷണിക്കണം, നന്മകൾ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യണം. ഇന്ന്
നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ രീതിയിലുള്ള എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതേ രീതിയിലേക്ക് നമ്മുടെ മക്കളും നമ്മുടെ കൂട്ടുകെട്ടും ആകുമ്പോൾ അവിടെയെല്ലാം വിജയമല്ല പരാജയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു പെരുമ്പാവൂരിൽ നാം എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ദൈനംദിനം എത്രയോ ലഹരി വസ്തുക്കളാണ് പിടിക്കപ്പെടുന്നത്. എത്ര ലഹരി വസ്തുക്കൾ കച്ചവടം ചെയ്യുന്ന ആളുകളെയാണ് പിടിക്കപ്പെടുന്നത്. എന്നിട്ട് പോലും മനുഷ്യന്റെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാതെ മനുഷ്യൻ വീണ്ടും അധാർമികതത്തിലേക്ക് പോയിക്കൊണ്ട് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ഇല്ലാതെയാക്കി കളയുന്ന ഒരവസ്ഥയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത്, ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ദഅവത്ത് ചെയ്യണം, നമുക്ക് പ്രബോധനം നടത്തണം. ആ പ്രബോധനം എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കല്ല, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കല്ല, സമൂഹത്തിനും ഉപകരിക്കുന്ന തരത്തിലുള്ള പ്രബോധനങ്ങൾ ഇന്ന് നടത്തിയാൽ മാത്രമാണ് നമുക്ക് വരും തലമുറകളെ യഥാർത്ഥ ഋജുവായ മുസ്തഖീമായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം അസ്തമിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെ ശരിക്കും ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങളെ നാം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ ഒരു നന്മയുണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. സമൂഹത്തിൽ മാത്രമല്ല, അല്ലാഹുവിന്റെ കോർട്ടിലും നമുക്ക് വിജയം കിട്ടണമെങ്കിൽ, സ്ഥാനം കിട്ടണമെങ്കിൽ അതല്ലാതെ മറ്റൊരു മാർഗമില്ല. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ വളരെ കർശനമായിട്ട് പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്യണം. നന്മ ഉപദേശിക്കലും തിന്മയെ പാടെ നാം നിരോധിക്കുകയും വേണം. ഇതങ്ങനെയല്ല. നാം ഓരോരുത്തരും ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ നാം നന്മക്കല്ല കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലും തിന്മയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള അതിയായ ആഗ്രഹങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് വളരെ രസകരമായ രീതിയിൽ പറഞ്ഞത്, ഒരു കൂട്ടുകാരനിൽ ഒരു തെറ്റ് കാണുകയാണെങ്കിൽ അവനെ വളരെ രഹസ്യമായി കൊണ്ട് ഉപദേശിച്ച് അവനെ ആ തെറ്റിൽ നിന്ന് മോചിതനാക്കാൻ ശ്രമിക്കണം. പരസ്യമായി ഒരു വ്യക്തിയെ നാം ഉപദേശിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഈ അധികം അധാർമികത്വത്തിലേക്ക് പോവുകയുള്ളൂ, അല്ലെങ്കിൽ അവൻ മോശത്തരങ്ങളിലേക്ക് പോവുകയുള്ളൂ. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റിൽ നിന്ന് അവൻ മാറാൻ സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് രഹസ്യമായ രീതിയിൽ അവനിലുള്ള ആ മൈനസായ വിഷയം രഹസ്യമായി പറഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കൽ ഒരു ഈമാനുള്ള വ്യക്തിയുടെ അടയാളമാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പാഠശാലയിൽ നിന്ന് പഠിച്ച മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടത്. അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു തങ്ങൾ അവർ പറയുകയാണ്, തന്റെ കൂട്ടുകാരൻ ഉപദേശിക്കാൻ ഉദ്ദേശിച്ചാൽ
ഒരു പലകയിൽ ഉപദേശങ്ങൾ എഴുതി കൂട്ടുകാരന് കൈമാറുമായിരുന്നു എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. എന്താ അർത്ഥം? ചിലപ്പോൾ നേരിട്ട് പറയാനുള്ള ആ ഒരു പ്രയാസം, അല്ലെങ്കിൽ നേരിട്ട് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് തന്നെ എഴുതി ഒരു കടലാസിലോ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അപേക്ഷിച്ചാണ് അന്ന് അങ്ങനെ പറഞ്ഞത്, ഒരു പലകയിൽ ഉപദേശങ്ങൾ എഴുതി കൂട്ടുകാരന് കൈമാറുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ, ഇന്ന് നമ്മുടെ മുന്നിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫോണിൽ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നൽകിയത് വെച്ചുകൊണ്ട് കൂട്ടുകാരന്റെ ആ വാട്സപ്പിലേക്ക്, ഫോണിലേക്ക് ഒരു മെസ്സേജ്, നിന്നിൽ ഇന്നൊരു കാര്യം ഞാൻ കണ്ടു, അതുപോലെ ഇന്ന സ്ഥലത്ത് നീ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, അത് നീ ആവർത്തിക്കരുത്, അത് മോശമാണ്, അത് ഹറാമാണ് എന്ന് അവനെ എഴുതി കൊടുത്താൽ ഒരു പ്രശ്നം വരുന്നില്ല. വളരെ ഹിക്മത്തോടുകൂടി തന്നെയാണ് ഇസ്ലാം ഇങ്ങനെ വളർന്ന് പന്തലിച്ചിട്ടുള്ളത്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, തബഅ താബിഈങ്ങളിലൂടെ അവരെല്ലാം അത് മനസ്സിലാക്കി കൃത്യമായി ഈ പറയപ്പെട്ട രീതിയിൽ എഴുത്തിലൂടെയും, അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം 3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തനം പറഞ്ഞു കൊടുത്തു തന്നെ ഒരുപാട് സംഭവങ്ങൾ മാറ്റിയെടുത്ത ചരിത്രങ്ങളുണ്ട്. എന്നാൽ ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. നമുക്കും അതിനുള്ള കഴിവുകളുണ്ട്, അതിനുള്ള പവറുകളുണ്ട്. പക്ഷേ നാം ഉപയോഗപ്പെടുത്തുന്നില്ല. അതിന് ചെറിയൊരു ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമം എന്താ? ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ആ വിവാഹം കഴിക്കുന്ന വ്യക്തി മുസ്ലിമാണെങ്കിൽ, മുസ്ലിമത്തായ പെണ്ണിനെ തന്നെ അവൻ വിവാഹം കഴിക്കണമെന്ന് ഇസ്ലാമിന്റെ അജണ്ടയാണ്, ശർത്താണ്. അതിന് 2 സാക്ഷികൾ വേണം, വലിയുണ്ടാകണം. അതിന്റെ പ്രത്യേകമായ സീഗ എന്ന് പറഞ്ഞാൽ ലഫ്ളുകൾ. അങ്ങനെ ചുരുങ്ങിയ രീതിയിൽ ഒരു വരന് ഒരു വലി സമർപ്പിക്കുന്ന ചെറിയൊരു ചടങ്ങിനാണ് ഇസ്ലാം നിക്കാഹ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ നിക്കാഹിനെ പോലും ഇന്ന് നാം വൈകല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്ന് അവിടെ ഒരു മനുഷ്യന് എന്തും പ്രവർത്തിക്കാം. അവന് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളെയും വേണമെങ്കിൽ വിവാഹം കഴിക്കാം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. മറ്റുള്ള മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം കഴിക്കണമെങ്കിൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ആ ധ്വനികൾ കൃത്യമായ രീതിയിൽ ഉച്ചരിച്ച് പരിശുദ്ധമായ ഇസ്ലാമിനെ സ്വീകരിക്കണം. വെറുതെ ഒന്നും നടക്കുകയില്ല. എന്നാൽ അത് ചുരുങ്ങിയ രൂപത്തിൽ 2 സാക്ഷികളുടെയും ചില ലഫ്ളുകളാൽ അത് വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ പറ്റുന്നതാണ്. അതിനെ നമ്മുടെ പണ്ഡിതന്മാരും നേതൃത്വങ്ങളും കൃത്യമായ രീതിയിൽ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇടക്കാലങ്ങളിൽ അതൊക്കെ പാശ്ചാത്യമാണ്, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പുറംകാല് കൊണ്ട് തട്ടി അതിനെ നശിപ്പിച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നിനും കൃത്യമായ രീതികളും ശൈലികളും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ വിജയമിരിക്കുന്നത്.
അവിടെയാണ് സന്തോഷമിരിക്കുന്നത്. അല്ലാതെ എനിക്ക് എന്തും ചെയ്യാം, ഞാൻ ഇന്ത്യൻ പൗരനാണ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ പരിശുദ്ധമായ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ എതിരെയുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു ശക്തിക്ക് പോലും ഒരു വ്യക്തിക്ക് പോലും അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏത് ആരാധനകളും ഏത് കർമ്മങ്ങളും ഇബാദത്തുകളും അത് പരിശുദ്ധമായ ഖുർആൻ തിരുസുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് മാത്രമാണ് ഉള്ളത്. അല്ലാതെ ഏതെങ്കിലും യുക്തിവാദികളുടെയോ നവീനവാദികളുടെയോ ആശയങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിന്റെ ആ തനതായ ആ രീതിയെ കരിവാരിത്തേക്കാൻ പറ്റുകയില്ല എന്ന ആ ഒരു സന്ദേശം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്കുള്ള പവറുകളും നമ്മുടെ ഇസ്സത്തുകളും നാം ഒരിക്കലും പാഴാക്കി കളയരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളായ അടിയാറുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.